ജീവിതശൈലി രോഗങ്ങളിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഈ BMI. ഈ BMI എന്താന്ന് ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അറിയില്ല. അപ്പോൾ ഡോക്ടർ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ. അത് ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. BMI മാത്രമല്ല, ഞാൻ കുറച്ച് BMI ഒരു നമ്പറാണ് ആക്ച്വലി. BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് പറയുക. നമ്മളെപ്പോഴും ഒരാളുടെ വെയിറ്റ് എത്രയാണെന്നുള്ളത്, നമുക്ക് ഒരാളുടെ വെയിറ്റ് 85 ഉള്ളത് അയാൾക്ക് നോർമൽ ആയിരിക്കാം, മറ്റൊരാൾക്ക് 65 എന്ന് പറയുന്നത് ഒബിസിറ്റി ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് വേണ്ടത് നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷനാണ്, നമ്മുടെ പ്രായത്തിനല്ല. ആക്ച്വലി ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ പ്രായത്തിന് പറയും, അത് കഴിഞ്ഞാൽ ഒരു അഡൽറ്റിന് എപ്പോഴും വെയിറ്റ് എത്രയെന്ന് പറയുന്നത് നമ്മൾ അയാളുടെ ഹൈറ്റ് അനുസരിച്ചാണ്. അതിനാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് പറയുക. അതിനൊരു കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ BMI എന്ന് പറയുന്ന വാല്യൂ ആക്ച്വലി 25 താഴെ ആയിരിക്കണം. ഒരു 18.5 to 24.9 എന്നതാണ് നമ്മൾ നോർമൽ BMI എന്ന് പറയുക. അത് 25 മുകളിൽ പോയി 30 ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയും. അത് 30 മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒബീസിറ്റി എന്ന് പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റഫായിട്ട് അതിനൊരു സിമ്പിൾ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരാൾ 185 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള, അപ്പോൾ ഞാൻ 185 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. അപ്പോൾ എനിക്ക് 85 kg വരെ വെയിറ്റ് നോർമലാണ്. ഞാൻ 85ൻ്റെ മേലെ പോകുന്നതാണ് എൻ്റെ ഓവർ വെയിറ്റിലേക്ക് പോകുക. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു 165 ആണെങ്കിൽ നിങ്ങൾക്ക് 65 kg വരെ വെയിറ്റ് പോകാം. അതിൻ്റെ മുകളിൽ പോകുന്നത് ഓവർ വെയിറ്റ് ആയി മാറും. അപ്പോൾ ഈ BMI നമ്മൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു റേഷ്യോ 25ൻ്റെ അകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഈ BMI 25ൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മറ്റ് പല രോഗങ്ങളും ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഉദാഹരണത്തിന് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതെല്ലാം നമുക്ക് വരുന്നത് ഈ BMI കൂടുതലാകുമ്പോഴാണ്. അതിനുള്ള സാധ്യത കൂടുതൽ. അതല്ലാത്ത മറ്റ് പല ഫാക്ടേഴ്സും ഉണ്ട്. അതാണ് ഈ BMIൻ്റെ ഇമ്പോർട്ടൻസ്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്.